എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള തീയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ഒരു കഷ്ണമില്ലേ, ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന അതേ ഒരു വലുപ്പം തന്നെയാണ്. ഉരുളക്കിഴങ്ങൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു സവാളയും കൂടെ വേണം. അപ്പോൾ സവാളയും തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം അതും സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നടുവിൽ കൂടി ഒന്ന് മുറിച്ചതിന് ശേഷം ഇതേപോലെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതും കുറച്ച് വലിപ്പത്തിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ആവശ്യത്തിനുള്ള തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു കളറ് കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ വേണം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഡാർക്കായി വരുന്ന സമയത്ത് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എല്ലാം കൂടി വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതാ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉലുവയും ഒരു നുള്ളു കടുവും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് അതിനെ ഇനി ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് വഴട്ടിയെടുക്കാം. സവാള ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് പിങ്ക് കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി വെച്ച് ഇതിനെ ഒന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലേശം പുളി, വാളം പുളി ഇതാ ഇത്രയുണ്ട്, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മൂടി തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതിയോളം ഇങ്ങനെ കിടന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് അത് അരപ്പിൽ കിടന്ന് വെന്തോളൂ. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം കറിക്ക് വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണമെന്ന് തോന്നി ഇപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കഷ്ണത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു, അത് കറക്റ്റിനുള്ള ഉപ്പായിരുന്നു. ഇനി ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി
ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കറി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് തീയൽ റെഡിയായി കഴിഞ്ഞു. ഇതാ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് തീയൽ എങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറിന് മാത്രമല്ല അപ്പത്തിനോ പൊറോട്ടയ്ക്കോ ഉരട്ടിക്കോ ഒക്കെ നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീയൽ തയ്യാറാക്കി നോക്കൂ. ഇത് കണ്ടില്ലേ, കറി നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഉരുളക്കിഴങ്ങും ക്യാഷ്നട്ടും കൊണ്ടുള്ളൊരു റോസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ വലുപ്പം ഇത്രയ്ക്കും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പം കുറച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു വിട്ട് നോക്കും. ഇപ്പോൾ 4 ഉരുളക്കിഴങ്ങും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേകുന്ന സമയം കൊണ്ട് ഒരു സവാള വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ വളരെ കനം കുറച്ച് തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തോളൂ. ഇനി ഒരു പച്ചമുളകും കൂടി വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേഗം വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഇതിനകത്ത് നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടുമ്പോൾ അതിലേക്ക് 10-12 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കാഷ്യൂനട്ടൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരുപാട് കളർ മാറി വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങും കാഷ്യൂനട്ടും കൂടെ ബട്ടറിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റോളം ഇത് ഇതിനകത്ത് നല്ലതുപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എരിവിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് വേണ്ടിയുള്ള ഉപ്പും മാത്രമേ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി മസാലയ്ക്ക് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലകളൊക്കെ ഇതുപോലെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിരുന്നാൽ നമുക്ക് തുടരെ അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഇതാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. എത്രത്തോളം ഇത് അടുപ്പിലിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നല്ലതുപോലെ ഒന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മസാല റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ കാഷ്യൂനട്ടും ഉരുളക്കിഴങ്ങും കൂടി തയ്യാറാക്കി നോക്കൂ. അടുത്തത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി
കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനി നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. മെഴുക്കുവരട്ടിക്കാണ്, അപ്പം വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കെല്ലാം ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കണം. വെണ്ടയ്ക്ക അരിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും ഒന്ന് അരിഞ്ഞെടുക്കണം. അതും ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ മെഴുക്കുവരട്ടിക്ക് അരിയുന്ന ആ ഒരു വലുപ്പത്തിൽ ചെറിയ പീസസായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് മെഴുക്ക് പുരട്ടാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു മുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് വെണ്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് മസാലയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വെണ്ടയ്ക്ക നന്നായിട്ട് ഡ്രൈ ആയി വഴുവഴുപ്പൊക്കെ മാറി നല്ലതായി പരുവായി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് വേകാൻ വെച്ചിരുന്നത് ഇപ്പം എന്താ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. ഇനി ചട്ടിയിൽ നിന്ന് വെണ്ടയ്ക്ക അങ്ങ് കോരി മാറ്റാം. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് വഴണ്ട് കളറൊക്കെ മാറി വരുന്ന സമയം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് സവാള നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങും സവാളയും മസാലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടി ഇട്ട് കൊടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് മെഴുക്ക് പുരട്ടി തയ്യാറാക്കി നോക്കൂ. അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പരട്ടാണ്. ഉണ്ടാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം കുറച്ചധികം നേരം ഇട്ട് നല്ലതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് പുരട്ട് നന്നായിട്ടൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി മസാല കുറച്ചധികം സമയം എണ്ണയിലിട്ട് നമുക്ക് വഴറ്റി കൊടുക്കേണ്ടി വരും. ഇതുപോലെ നന്നായിട്ടൊരു ഡാർക്ക് കളറാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് മസാലയ്ക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇതുപോലെ വെന്ത് വരുമ്പോൾ സ്പാച്ചില വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നന്നായിരിക്കും. തക്കാളി ഇതുപോലെ നന്നായിട്ട് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള മസാലയാണ് ഈ തയ്യാറാക്കുന്നത്. ഇനി ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടാൻ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ആവി വരും. വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം കൂടി ചൂടാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇതിന് വേകാൻ ആവശ്യമുള്ള ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം തിളച്ച് വരുമ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേഗമാകുമ്പോഴേക്കും മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വരാനുള്ള സമയമായി. ഈ സമയമാകുമ്പോഴേക്കും മൂടി അങ്ങ് മാറ്റാം. ഇനി ഇതിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഇളക്കൽ മാത്രമാണ് ജോലി. നന്നായിട്ട് ഇളക്കി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയമെല്ലാം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടിട്ട് വേണം ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇനി നന്നായിട്ടൊരു ഡാർക്ക് കളറാകുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് മസാലയും ഉരുളക്കിഴങ്ങും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഫ്ലെയിം മീഡിയത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഐറ്റം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും കൂടിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയെല്ലാം നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ പുറം വശമൊക്കെ മൊരിഞ്ഞ് നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രത്തോളം ഡാർക്ക് ആക്കണോ അത്രത്തോളം അടുപ്പിലിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, അതിലെ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ഇത് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ഇത് മൊരിയിച്ചെടുക്കണമോ അത്രത്തോളം ഇട്ട് ഇളക്കി കൊടുക്കാം. ചോറിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.